أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا. الله العظيم. അൽ ഫുർഖാൻ 53. വഹുവ അവനാകുന്നു അല്ലദീ മറജ അയച്ചുവിട്ടവൻ അല്ലെങ്കിൽ കൂട്ടിക്കലർത്തിയവൻ. രണ്ടും ആ മറജയുടെ അർത്ഥമാണ്. കലർത്തി അല്ലെങ്കിൽ അയച്ചുവിട്ടു. അൽ ബഹ്റൈനി രണ്ട് സമുദ്രങ്ങളെ. ഹാദാ ഇത് അദ്ബുൻ രുചികരമാണ്. ഫുറാത്തുൻ തെളിഞ്ഞതുമാണ്. വഹാദ ഇത് അഥവാ മറ്റത് മിൽഹുൻ ഉപ്പാണ്. ഉജാജുൻ ചവർപ്പുണ്ടാക്കുന്ന. വജഅല ബൈനഹുമ അവക്കിടയിൽ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു ബർസഖ ഒരു മറ. വഹിജ്റൻ മഹ്ജൂറ തടസ്സമുണ്ടാക്കുന്ന തടയുന്ന ഒരു തടസ്സവും. ഹിജ്ർ ഒരു തടസ്സം, മഹ്ജൂർ ഒരു ശൈലിയാണ്. ഹിജ്റും മഹ്ജൂറ രണ്ടും ഒരർത്ഥം തന്നെയാണ്. നന്നായി തടയുന്ന ഒരു തടസ്സവും എന്നർത്ഥം. വലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഈ ആയത്തിനെ അതുമായി ചേർത്ത് വിശദീകരിച്ചവരുണ്ട് മുഫസ്സിറുകളിൽ. ഇതിൽ പ്രകൃതിയിലെ ഒരു കാര്യമുണ്ട്. കടലിൻ്റെ അഥവാ കടലിൽ തന്നെ പല ഭാഗത്തും ഉപ്പുജലവും ശുദ്ധജലവും പരസ്പരം കൂടിക്കലരാതെ, അത് ഈ പ്രവാഹത്തിൻ്റെ കടലിൽ പുഴ ചെന്ന് കടലിൽ ചേരുമ്പോൾ ഈ പുഴയിലെ ശുദ്ധവെള്ളത്തിൻ്റെ തള്ളലിൽ ഉപ്പുവെള്ളം കുറേ ഭാഗത്തേക്ക് മാറി നിൽക്കും. അത് കലരാതെ ഇങ്ങനെ. അപ്പോൾ ആ ഭാഗത്ത് കടലിൽ ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം തൊട്ട് നോക്കിയാൽ അത് ശുദ്ധവെള്ളവും മറ്റത് ഉപ്പുമായിരിക്കും. കുറേ കഴിഞ്ഞിട്ടാണ് കലരുക. വേറെ ചിലയിടത്ത് ഉറവകൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ചില ഭാഗത്ത് ഒരു തോണിയിൽ പോകുന്നയാൾ തോണിയുടെ ഒരു സൈഡിൽ നിന്ന് മുക്കിയാൽ ഉപ്പും മറ്റേ സൈഡിൽ നിന്ന് ശുദ്ധവെള്ളവും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ളതിനെയാണ് ചില പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സൂറത്തുർ റഹ്മാനിൽ അത് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാനിൽ. അതുപോലെ വേറെയുണ്ട് സൂറത്തു നംലിൽ, വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ ഇലാഹുൻ മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അവൻ രണ്ട് കടലുകൾക്കിടയിൽ ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ നിഷേധികൾ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ല. അള്ളാഹുവാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ അടയാളങ്ങളൊക്കെ കാണാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു വിശദീകരണമുണ്ട്. രണ്ട് വെള്ളമുണ്ട് ഭൂമിയിൽ. പരിശുദ്ധ ഖുർആൻ ഈ സയൻസ് ശാസ്ത്ര സൂചനകളുമായി പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രത്യേകത. അതിനെ എത്ര ആഴത്തിൽ പഠിക്കുന്നുവോ അത്രയും അത്ഭുതകരമായിരിക്കും ആ വർത്തമാനം. അതാണ് ഇത്. അഥവാ രണ്ട് തരം വെള്ളങ്ങളുണ്ട് ഭൂമിയിൽ. ഒന്ന് വളരെ ശുദ്ധമായ, കുടിക്കുന്നവർക്ക് ദാഹം മാറ്റുന്നതും ആസ്വാദനം നൽകുന്നതുമായ വെള്ളം. യൂഫ്രട്ടീസ് നദിക്ക് ഫുറാത്ത് എന്ന് പേര് വരാൻ കാരണം അതിലെ വെള്ളത്തിൻ്റെ ശുദ്ധത കൊണ്ടാണെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ചോട്ടിൽ. പിന്നെ കടൽ വെള്ളം, അത് വളരെ ഉപ്പുജലമാണ്, ചവർപ്പുള്ളതാണ്, കുടിക്കാൻ കഴിയാത്തതും കുടിക്കുമ്പോൾ ദാഹം വർദ്ധിപ്പിക്കുന്നതുമാണ്. ഭൂമി കടന്ന് കറങ്ങുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ.
എന്നിട്ട് ഭൂമിയിലെ ശുദ്ധവെള്ളമായും കടൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളമായും തന്നെ നിൽക്കുകയാണ്. ഇതങ്ങോട്ട് കലരുന്നില്ല, ഇത് ഇളകുന്നുണ്ട്, ഇളകി മറിയുന്നുണ്ട്, അല്ലാതെ അനങ്ങാതെ ഇവിടെ ഒട്ടിച്ചു വച്ചിരിക്കുകയല്ലല്ലോ. പക്ഷേ ഈ രണ്ടും തമ്മിൽ കലരാതെ രണ്ട് വെള്ളമായിട്ട് തന്നെ നിർത്തുന്നത് ആരാണ്? അത് അള്ളാഹുവാണ്. ഇത് ഒന്ന് ഭൂമി കറങ്ങുന്നുണ്ട്, ഇളകുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഈ രണ്ട് വെള്ളവും കൂടി നമ്മൾ ഒരു പാത്രത്തിൽ രണ്ട് ദ്രാവകങ്ങൾ ഒഴിച്ചിട്ട് കിലുക്കിയാൽ അത് രണ്ടും കൂടി ഒന്ന് മിക്സായി പോകുന്നത് പോലെ മിക്സ് ആവണമെന്നില്ല. അതുമാത്രമല്ല, ചില പണ്ഡിതന്മാർ ഈ മറജ് അതിൻ്റെ ഇടയിലുള്ള ബർസഖ് അല്ലെങ്കിൽ ഹിജ്ർ എന്നൊക്കെ പറയുന്നത് ഈ കരഭാഗമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ സമുദ്രത്തിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങളിലെ കിണറുകളിൽ ശുദ്ധവെള്ളം കിട്ടും. സമുദ്രതീരത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്, തീരത്ത് താമസിക്കുന്ന ആളുകൾ, ഈ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തീരത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്ക് പോലും അവരുടെ കിണറുകളിൽ നല്ല തെളിനീര് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടി കലരാത്തത്? അത് ഭൂമിയുടെ ഫിൽറ്ററിംഗ് ആണ്. കടൽ വെള്ളം വന്നാലും അത് ഉപ്പ് കളഞ്ഞ് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരിക. അതുപോലെ തന്നെ പ്രവാഹത്തിൻ്റെ ഗതിയൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കടലിൻ്റെ വളരെ അടുത്തുള്ള പ്രദേശത്ത് പോലും നല്ല തെളിനീര് കിട്ടുന്ന സ്ഥലങ്ങൾ കിണറ്റിലും ഒക്കെ ആയിട്ട് അങ്ങനെ അത് രണ്ടും അവിടെ പോലും കലരാതെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല സംവിധാനിച്ചതാണ്. അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തൊന്നും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാതെ വരും. എന്നാൽ അങ്ങനെയല്ല. കടൽ തീരം എന്ന് പറയുന്നത് ധാരാളം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാകുന്നതിൻ്റെ കാരണം അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ ശുദ്ധജലം കിട്ടുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ അത് കലരാതെ അല്ലാഹു തആല നിർത്തുന്നു. ഇനി ഒരു ആലങ്കാരികമായ വിശദീകരണമുണ്ട്. അഥവാ സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത്, അവരോട് ജിഹാദ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. ഇമാം ഇബ്നു ആഷൂർ അദ്ദേഹത്തിൻ്റെ തഹ്രീർ വ തൻവീർ ഒക്കെ വിശദീകരിക്കുന്നത് പോലെ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മാത്രമല്ല, അതിൻ്റെയും അപ്പുറത്ത് ആലങ്കാരികമായി സൂചിപ്പിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അത് കുഫ്റും അതുപോലെ ഈമാനും. അല്ലാഹു തആല മുഅ്മിനീകളെയും കാഫിറിനെയും ഇടകലർത്തിയിരിക്കുന്നു. കലർത്തി എന്ന നിലയിലാണ് മറജൽ എന്ന വാക്കിനെ അർത്ഥം വെക്കുന്നത്. അപ്പോൾ മുഅ്മിനുകളെയും കാഫിറുകളെയും കലർത്തിയിരിക്കുന്നു. പക്ഷേ അതൊരിക്കലും പരസ്പരം കൂടിച്ചേരുകയില്ല. മുഅ്മിന് മുഅ്മിനായിട്ടും അതുപോലെ കാഫിറായിട്ടും. മക്കയിലെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇഖ്തിലാത്തുൽ മുഅ്മിനീന മഅൽ മുശ്രിക്കീന ബിഹാലി തജാവുസിൽ ബഹ്റൈൻ. രണ്ട് സമുദ്രങ്ങൾ പോലെ തന്നെ. എന്നാലോ അഹദുഹുമ അദബുൻ ഫുറാത്തുൻ വൽ ആഖറു മിൽഹുൻ ഉജാജുൻ. ഒന്ന് മുഅ്മിന് അല്ലെങ്കിൽ ഈമാന് അത് അദബുൻ ഫുറാത്താണ്. എന്നാൽ ഷിർക്ക് മിൽഹുൻ ഉജാജാണ്, ചവർപ്പുണ്ടാക്കുന്നതാണ്. ഈമാന് മധുരമേറുന്ന ഹലാവത്തുൽ ഈമാൻ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. മൻ കുന്ന സലാസുൻ, ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ യജിദ് ഹലാവത്തുൽ ഈമാൻ ഫി ഖൽബിഹി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഈമാൻ വളരെ മധുരമേറിയതാണ്. എന്നാൽ കുഫ്ർ അല്ലെങ്കിൽ ഷിർക്ക് അത് മിൽഹുൻ ഉജാജാണ്, അത് രണ്ടും കലരുകയില്ല എന്നും അത് എന്നേക്കും അങ്ങനെ തന്നെയാണെന്നും. അഥവാ ഒരു കാലത്തും കുഫ്റും ദീനുൽ ഇസ്ലാമും തമ്മിൽ ഒന്നിച്ചു പോകുകയില്ല, അത് രണ്ടും വേറിട്ട് തന്നെ നിൽക്കും, ഒരിക്കലും പരസ്പരം കലരുകയില്ല എന്ന വിശദീകരണവും അതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല വഹദൈനാഹു നജ്ദൈൻ, 2 മാർഗങ്ങളെ നാം കാട്ടിത്തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ നിഷേധിക്കട്ടെ, രണ്ടും കലരൂല. സൂറത്തുൽ ബഖറയിൽ വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തുൽ വസ്ഖ, ദൈവധിക്കാര ശക്തികളെ ആര് നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ ബലിഷ്ഠമായ കയറ് മുറുകെ പിടിച്ചിരിക്കുന്നു. അല്ലാതെ രണ്ടും കൂടി ഒപ്പം അംഗീകരിക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയില്ല.
അതുകൊണ്ട് തന്നെ സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത്, കോംപ്രമൈസ് ചെയ്യരുത്. പകരം അവരോട് ഖുർആന് കൊണ്ട് വലിയ ജിഹാദ് നടത്തുക എന്നതിലേക്ക് ചേർത്താണ് ആ വിശദീകരണം. അഥവാ കുഫറും ഇസ്ലാമും തമ്മിൽ, അല്ലെങ്കിൽ ഷിർക്കും തൗഹീദും തമ്മിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആന് കൊണ്ട് ജിഹാദ് ചെയ്യുക എന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ ബലഗ്റാ. അല്ലാഹുമ്മ اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.